ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഇന്ന് ബഹുജന റാലി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റാലിയുടെ ഭാഗമാകും. ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെ പെരുമ്പാവൂരിൽ ശക്തമായ മയക്കുമരുന്ന് ശൃംഖല തകർക്കുകയാണ് ലക്ഷ്യം. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ആഭ്യന്തര വകുപ്പിന്റെ വലിയൊരു ലക്ഷ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത്. അതിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളിലേക്കും വ്യാപിക്കുകയാണ്. എന്തൊക്കെയാണ് പദ്ധതികൾ? രഞ്ജിത്ത്, ഇവിടെ നിന്ന് മാത്രം 18 കോടിയുടെ ലഹരി മരുന്നുകളാണ്, ലഹരി വസ്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായത് ഓപ്പറേഷൻ തൂഫാൻ നാർക്കോട്ടിക് ഹണ്ടിന്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഇവിടെ എത്തുന്നത്. എന്നാലും കോളനികൾ സന്ദർശിക്കും, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ സന്ദർശിക്കും. എന്തായാലും നമുക്ക് പെരുമ്പാവൂരിൽ തന്നെ അതേ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന ഇടമെന്നുള്ള നിലയിലും ആലുവയിലും പെരുമ്പാവൂരിലും ഒക്കെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കൂടുതൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ലഹരിയെ പൂർണ്ണമായും ഒഴിവാക്കുക അല്ലെങ്കിൽ വേരോടെ പിഴുതെറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആഭ്യന്തരമന്ത്രി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിലാണുള്ളത്. ഇവിടെ നിന്നും റാലിയായിട്ടാണ് ഈ ഫൈൻ ആർട്സ് കോളേജിലെ ഫൈൻ ആർട്സ് ഹാളിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുക. എന്തായാലും അദ്ദേഹം അതിനുശേഷം ഈ അതിഥി തൊഴിലാളികളെ സന്ദർശിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ചോദിക്കാം, ഈ പെരുമ്പാവൂരിൽ നിന്ന് ഇപ്പം അതിഥി തൊഴിലാളികൾ കൂടുതൽ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ലഹരി വസ്തുക്കൾ കൂടുതൽ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കണക്കുകൾ എങ്ങനെയാണ്? കണക്കുകൾ ഇപ്പോൾ തൂഫാൻ തുടങ്ങിയതിന് ശേഷം 4000-ലധികം കേസുകൾ ഓൾ കേരള പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മേജർ ഷെയർ പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ഇവിടെ അതിഥി തൊഴിലാളികൾ പല മേഖലകളിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് പ്ലൈവുഡ് മേഖലയിലാണ്. പ്ലൈവുഡ് മേഖലയിലുള്ള അതിഥി തൊഴിലാളികൾ അധിക ഭാഗവും അവരവൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ബിൽഡിങ്ങിൻ്റെ അവരുടെ ഓണേഴ്സിൻ്റെ ഷെൽട്ടറിലും അവരുടെ ഉത്തരവാദിത്വത്തിലുമാണ് താമസിക്കുന്നത്. അസംഘടിത തൊഴിലാളികളാണ് മെയിനായിട്ട് ഈ വ്യാപാരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ട്രെയിൻ മാർഗവും ബസ് മാർഗവും എല്ലാം അവരുടെ നാട്ടിൽ നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് അത് അമിതമായ വിലയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2 വർഷത്തിന് മുമ്പ് പോലെ ലഹരി വിരുദ്ധ പോരാട്ടം കുന്നത്തനാട് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ അന്നു മുതൽ ആരംഭിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയോടുകൂടി അതിശക്തമായ രീതിയിൽ ഇവിടെ അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് താമസിക്കുന്ന ബംഗാൾ കോളനി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബായ് കോളനി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് തദ്ദേശവാസികളും പെരുമ്പാവൂർ നിവാസികളും എല്ലാം കൂടി സംഘടിച്ച് പ്രവർത്തിച്ച എൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത്. ആഭ്യന്തരമന്ത്രി വരുന്നു. ഇത് പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിൽ നിന്ന് ആണ് ഒരു പ്രകടനം പോലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ സുഭാഷ് മൈതാനിയിൽ ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടക്കുന്നു. അത് കഴിഞ്ഞ് ഫൈൻ ആർട്സ് ഹാളിൽ വെച്ചിട്ട് വാരിയർ ബാഡ്ജുകൾ വിതരണം ചെയ്യുകയും ഒരു ചെറിയ സമ്മേളനം പോലെ നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ പറഞ്ഞ ബായ് കോളനിയിലേക്ക് പോവുകയും അവിടെയുള്ള അതിഥി തൊഴിലാളികളുമായിട്ട് ഒരു ഇൻട്രാക്ഷനും കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞല്ലോ അസംഘടിത തൊഴിലാളികളാണ് കൂടുതലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇപ്പം അതെങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പ്ലൈവുഡ് കമ്പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിൽ മുതലാളികൾക്ക് അവരുടെ തൊഴിലാളികളെ ഐഡന്റിഫൈ ചെയ്യാൻ റെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്താനോ ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഇതും ഈ അസംഘടിത മേഖലയിലുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലല്ലേ? കമ്പാരിറ്റീവ്ലി അസംഘടിത തൊഴിലാളികളാണ് കൂടുതൽ. കാരണം ഈ കമ്പനികളിലുള്ള എല്ലാ ഭായിമാരും ഈ കമ്പനി ഓണേഴ്സിൻ്റെ സർവൈലൻസിലാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും CCTV കവറേജസ് ഉണ്ട്. പിന്നെ ഉള്ള ഒരു പോസിബിലിറ്റി പുറമെ നിന്നുള്ള ആളുകൾ, ഇവരുടെ നാട്ടിലുള്ള ആളുകളുമായിട്ട് പുറമെ നിന്ന് വന്ന് സപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസസ് പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സ്റ്റിൽ നമ്മളുടെ സർവൈലൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ അവരെ ചോദ്യം ചെയ്യുകയും അത് കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ നോർമലി ഇത് ഒരു കോൺട്രാക്ട് ഒരു സൺഡേ പെരുമ്പാവൂർ ടൗണിൽ വന്നിട്ട് ഒരാളെ ഇപ്പോൾ ആൾ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യും. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ആൾ സ്കിൽഡ് ലേബർ ആണെന്നാണ് പറയുന്നത്. നമുക്കത് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധാരണഗതിയിൽ പറ്റാറില്ല. ബട്ട് വർക്കിനെ സംബന്ധിച്ച് വർക്ക് സ്റ്റോപ്പ് ആവാത്തതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇടപെടുകയാണ്. അവിടെ പെരുമ്പാവൂരിലെത്തി അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിലടക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.